വോട്ടെടുപ്പിന് പിന്നാലെ കത്തോലിക്ക സഭയെ രൂക്ഷമായി വിമർശിച്ചും ബിഷപ്പുമാരെ അധിക്ഷേപിച്ചും ബി.ജെ.പി. നേതാവ് പി.സി. ജോർജ് യു.ഡി.എഫിന് വോട്ട് ചെയ്യണമെന്ന് കന്യാസ്ത്രീ മഠങ്ങൾക്ക് കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് നിർദ്ദേശം നൽകിയെന്ന് പൂഞ്ഞാറിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി കൂടിയായ പി.സി. ജോർജ് ആരോപിച്ചു. രാഷ്ട്രീയം പറയുന്ന ബിഷപ്പുമാരെ രാഷ്ട്രീയമായി കാണുമെന്നും പി.സി. ജോർജ് പറഞ്ഞു. കത്തോലിക്ക സഭാ മുഖപത്രം ദീപികയ്ക്കെതിരെ പാലായിലെ എൻ.ഡി.എ സ്ഥാനാർത്ഥി ഷോൺ ജോർജ് മാഞ്ഞടിച്ചു. എന്നാൽ പി.സി. ജോർജിന്റേത് പാർട്ടി നിലപാടല്ലെന്ന നിലപാടിലാണ് ബി.ജെ.പി. നേതൃത്വം. കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് ഒരു മര്യാദക്കാരനാണെന്ന് ജനം വിചാരിക്കുന്നു. പക്ഷെ അയാളെന്തായത് മഠങ്ങളിലെല്ലാം വിളിച്ച് യു.ഡി.എഫ് വോട്ട് ചെയ്യാൻ പറഞ്ഞു. മര്യാദയാണ് കാണി. അതുപോലെ അയക്കെന്താ അവകാശം? ഈ സഭയെ തള്ളിപ്പറയേണ്ടി വരും. സഭയല്ല തള്ളിപ്പറയുന്നത്, ഈയനെ മെത്രാന്മാരെ തള്ളിപ്പറയും. അത് നിങ്ങൾ പത്രം എടുത്തോ. 3 സ്ഥാനാർത്ഥി മത്സരിക്കുക. എൻ്റെ പേരോ പടമോ ഇന്നുവരെ വന്നിട്ടില്ല ദീപികയിൽ. വൃത്തികെട്ടന്മാർ ആ പത്രം വായിക്കരുതെന്ന് ഞങ്ങളോട് പറയുന്നു. ദൈവം അനുകരിച്ച നിയമസഭയിലും ഈ പത്രം വായിക്കരുതെന്ന് ഞങ്ങളോട് പറയും. ദീപിക പത്രത്തെ സംബന്ധിച്ചിടത്തോളം ദീപിക പത്രം സഭയുടെ മുഖപത്രം എന്നാര് പറഞ്ഞു. ദീപിക പത്രത്തിൽ ആരെ ഇൻവെസ്റ്റേഴ്സ് ഉണ്ട്. അത് ഇനി ഞാൻ പിതാക്കന്മാരുടെ അടുത്ത് എല്ലാവരും കാണാൻ പോവുകയാണ്. ഇതേ നിലപാട് സഭയുടെ മുഖപത്രമാണെന്ന് പറഞ്ഞുകൊണ്ട് ഇതേ ദീപിക ഏത് നിലപാട് തുടങ്ങാൻ സഭയുടെ മുഖപത്രം എന്ന് പറഞ്ഞുകൊണ്ട് അതിലെ ഇൻവെസ്റ്റേഴ്സിനെ ശരിക്കും ചില വ്യക്തികൾ വഴി പിണറായി വിജയനും പോലും അതിനകത്ത് ഇൻവെസ്റ്റ്മെന്റ് ഉണ്ട്. അത് പി.സി. ജോർജ് അദ്ദേഹത്തിൻ്റെതായ രീതിയിൽ പറയും. അത് പാർട്ടിയുടെ നിലപാടല്ല. അത് അദ്ദേഹത്തിൻ്റെ സ്വകാര്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ഒരു രീതിയുണ്ടല്ലോ, അത് കേരളത്തിലെ എല്ലാവർക്കും അറിയാവുന്നതാണ്. അതേസമയം ഷോൺ ജോർജിനെതിരെ കേരള കോൺഗ്രസ് എം ചെയർമാൻ ജോസ് കെ മാണി രംഗത്തെത്തി. കള്ള നാണയങ്ങളുടെ മുഖം മൂടി ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നാണ് പ്രതികരണം. FCRA കൊടുങ്കാറ്റാണെങ്കിൽ ക്രിസ്ത്യൻ ലോ ബോർഡ് സുനാമിയാണെന്നും ജോസ് കെ മാണി പറഞ്ഞു. ഇതിപ്പോൾ നമ്മൾ കാണുന്നത് എന്താ? ഇവരുടെയൊക്കെ സ്വഭാവം നമ്മൾ നേരത്തെ കണ്ടിട്ടുണ്ട്. ഈ കള നാണയങ്ങളുടെ ആ മുഖം മൂടി ഇന്ന് പുറത്ത് വന്നിരിക്കുന്നു, ജനങ്ങൾ തിരിച്ചറിഞ്ഞിരിക്കുന്നു എന്നതാണ്. ഇനി BJP അത് തിരിച്ചറിയും ഉടനെ തന്നെ. ഒരു തരത്തിൽ പറഞ്ഞാൽ ഞാനാണ് ആ വിഷയവുമായി ബന്ധപ്പെട്ട ഏറ്റവും ആദ്യമേ എടുത്തത്. അതേതെങ്കിലും ഒരു സമുദായത്തിൻ്റെ ആയിട്ടല്ല. അന്ന് ഞാൻ പറഞ്ഞു അത് കൊടുങ്കാറ്റാണെങ്കിൽ ഇനി സുനാമി വരാൻ പോവുകയാണ്. കാരണം ഈ വരുന്ന നമ്മുടെ FCRയുടെ വിഷയം കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ ക്രൈസ്തവ വെൽഫെയർ ബോർഡ് വരുന്നത് അത് സുനാമി ആയിരിക്കും. ടോബി ജോൺസൺ കോട്ടയത്ത് നിന്ന് വിവരങ്ങളുമായി ചേരുകയാണ്. ടോബി, തിരഞ്ഞെടുപ്പ് സമയത്ത് സംസാരിക്കുമ്പോൾ സഭാ വോട്ടുകൾ കൂടെയുണ്ടാകുമെന്ന വലിയ ആത്മവിശ്വാസം പ്രകടിപ്പിച്ച രണ്ടുപേരാണ് പി.സി. ജോർജും ഷോൺ ജോർജും. ഇപ്പോൾ തിരഞ്ഞെടുപ്പിന്റെ പിറ്റേ ദിവസം ഇങ്ങനൊരു പ്രതികരണം വരുമ്പോൾ അത് കിട്ടിയിട്ടില്ല എന്ന ഒരു തോന്നൽ അവർക്കുണ്ടെന്നാണോ മനസ്സിലാക്കേണ്ടത്? ദൂരവ്യാപക പ്രത്യാഘാതമുണ്ടാക്കുന്ന പ്രതികരണങ്ങളാണല്ലോ. തീർച്ചയായിട്ടും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിലാണ് പി.സി. ജോർജും ഷോൺ ജോർജും ഈ പ്രസ്താവനകൾ നടത്തിയിരിക്കുന്നത്. ഷോൺ ജോർജ് അതിരൂക്ഷമായിട്ടുള്ള ഒരു വിമർശനത്തിലേക്ക്, സഭയെ വിമർശിക്കുന്നതിലേക്ക് കടന്നില്ലെങ്കിലും പി.സി. ജോർജ് സ്ഥിരമായി അദ്ദേഹം പറയാറുള്ള രീതിയിൽ അതിരൂക്ഷ വിമർശനം തന്നെയാണ് സഭാ നേതൃത്വത്തിനെതിരെ, പ്രത്യേകിച്ചും ചില മെത്രാന്മാരുടെ പേരെടുത്തു പറഞ്ഞ് കാഞ്ഞിരപ്പള്ളി ഉപതാ ബിഷപ്പിനെതിരെയൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതിനുള്ളൊരു കാരണം എന്ന് പറയുന്നത് ഈ കാഞ്ഞിരപ്പള്ളി ബിഷപ്പ് കന്യാസ്ത്രീ മഠങ്ങളിൽ വിളിച്ച് ന് അനുകൂലമായി വോട്ട് ചെയ്യണമെന്ന് പറഞ്ഞുവെന്നാണ് പി.സി. ജോർജ് പറയുന്നത്. അതേ തുടർന്ന് അതിരൂക്ഷ വിമർശനം അദ്ദേഹം നടത്തി. ചില മെത്രാന്മാർ യുഡിഎഫിന് വേണ്ടി കുരയ്ക്കുകയാണ്. ജനിക്കുമ്പോൾ മുതൽ കോൺഗ്രസ്സായി നടക്കുന്ന ചില മെത്രാന്മാരുണ്ട്. അവർ പോപ്പായാൽ പോലും അതുപോലെ കോൺഗ്രസ്സുകാരനായിരിക്കും എന്നുള്ളൊരു വിമർശനം പറയുന്നു. ഒപ്പം തന്നെ ഈ FCRA വിഷയത്തിൽ അമിത്ഷായെ അടക്കം കണ്ട് ചില ധാരണകളിലേക്ക് എത്തിയിരുന്നു. എന്നാൽ അത് കഴിഞ്ഞ് പുറത്തേക്കിറങ്ങിയ മെത്രാന്മാർ തിരിച്ചു പറഞ്ഞു അത് ഒരു നെറികേടാണ്, പോക്രിത്തരമാണെന്നുള്ള വാക്കുപോലും അദ്ദേഹം പറയുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ സാധിച്ചത്. എന്തായാലും സഭയ്ക്കെതിരെ അതിരൂക്ഷ വിമർശനവുമായി പി.സി. ജോർജ് രംഗത്ത് വന്നിരിക്കുകയാണ്. ഷോൺ ജോർജ് ആകട്ടെ ദീപിക പത്രത്തിന്റെ നിലപാടുകളെയാണ് വിമർശിച്ചിരിക്കുന്നത്. അത് നേരിട്ട് സഭയല്ലെങ്കിലും ദീപിക പത്രം സ്വീകരിക്കുന്ന നിലപാടുകൾ നമുക്കറിയാം. കഴിഞ്ഞ ഛത്തീസ്ഗഡ് വിഷയവും അതുപോലെ തന്നെ ന്യൂനപക്ഷങ്ങൾക്ക് നേരെ നടക്കുന്ന ആക്രമണങ്ങളിലും FCRA വിഷയത്തിലും എല്ലാം തന്നെ ദീപിക പത്രം അതിരൂക്ഷ വിമർശനം ഉന്നയിച്ചുകൊണ്ടുള്ള വിമർശനങ്ങൾ എഡിറ്റോറിയലായി എഴുതിയിരുന്നു. ആ ദീപിക പത്രത്തിനെതിരെ രൂക്ഷ വിമർശനം നടത്തിയിരിക്കുകയാണ്. അത് കത്തോലിക്ക സഭയുടെ മുഖപത്രമാണെന്ന് പറയാൻ പോലും സാധിക്കില്ല. അവർ എഴുതുന്ന നിലപാടുകൾ വളരെ തെറ്റാണെന്ന് ഷോൺ ജോർജ് കൂടി പറഞ്ഞിരിക്കുകയാണ്. എന്തായാലും തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ് വോട്ടെടുപ്പ് കഴിഞ്ഞ് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ ഇത്തരത്തിലുള്ള ഒരു പ്രതികരണം ഈ രണ്ട് നേതാക്കളും നടത്താനുള്ള കാരണം താഴെത്തട്ടിൽ നിന്നും ഈ സഭാ വോട്ടുകൾ ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ചിരുന്നെങ്കിലും അത് ലഭിച്ചില്ല എന്ന് വ്യക്തമായതിന്റെ അടിസ്ഥാനത്തിലാണ് ഇത്തരത്തിലുള്ള പൊട്ടിത്തെറികൾ എന്നുള്ള വിലയിരുത്തൽ തന്നെയാണ് വരുന്നത്. എന്തായാലും ഇതിനെതിരെ കേരള കോൺഗ്രസും അതുപോലെ തന്നെ മറ്റു പാർട്ടികളും ഒക്കെ രംഗത്ത് വന്നിട്ടുണ്ട്. എന്നാൽ BJP അടക്കം ഇതിനെ പൂർണ്ണമായിട്ടും ഇതിന് പിന്തുണ നൽകുന്നില്ല. അവർ തള്ളിപ്പറയുന്ന സാഹചര്യത്തിലേക്കൊക്കെ കാര്യങ്ങൾ വന്നിട്ടുണ്ട്. എന്തായാലും സംസ്ഥാന നേതൃത്വത്തിന്റെ ഔദ്യോഗിക നിലപാട് എന്താണെന്ന് ഇനി അറിയേണ്ടതുണ്ട്. കേന്ദ്ര നേതൃത്വത്തിന്റെയും നിലപാടുകൾ ഈ വിഷയത്തിൽ എന്താണെന്ന് അറിയേണ്ടതുണ്ട്. വരും ദിവസങ്ങളിൽ വലിയ ചർച്ചയാകുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ദിൽന,
ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.